പിന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നേച്ചർ ഓഫ് ബിസിനസ്. ഈ റിപ്ലൈയിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഹോൾസെയിലർ ആണോ റീറ്റെയിലർ ആണോ അതോ സർവീസ് പ്രൊവൈഡർ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയണം. അതുപോലെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ബി ടു സി സപ്ലൈ ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണോ, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണോ. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഓഫീസർക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അടുത്തത് വരുന്നത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ GSTIN, രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതുപോലെ അഡ്രസ്സ്. അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് മൂന്നും വരുമ്പോൾ നേച്ചർ ഓഫ് ബിസിനസ് എന്താണെന്ന് ഓഫീസർക്ക് വ്യക്തമായി അറിയാൻ പറ്റും. അതിനുശേഷം ബ്രീഫ് ഫാക്ട്സ് ഓഫ് ദ കേസ്. എന്താണ് ബ്രീഫ് ഫാക്ട്സ് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞുതരാം. നോട്ടീസ് എന്തിനെ പറ്റി ഉള്ളതാണെന്ന് ഒരു ബ്രീഫായിട്ട് പറയണം. എന്തിനെ പറ്റി GSTR 1 3B മിസ്മാച്ച്, അതാണ് നോട്ടീസിന്റെ കാരണം എന്ന് നമ്മൾ പറയണം. അതുപോലെ ഇഷ്യൂ ഇൻവോൾവ്. ഉദാഹരണം പറഞ്ഞാൽ മാർച്ച് മാസത്തെ GSTR 3Bയിൽ ടാക്സ് എമൗണ്ട് വന്നില്ല, അതിനുപകരം ഏപ്രിൽ മാസത്തിലാണ് ടാക്സ് അടച്ചിട്ടുള്ളത്. പക്ഷേ മാർച്ച് മാസത്തെ GSTR 1 എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറയേണ്ടത്. റെലവൻറ്റ് പീരീഡ്, ഏത് പീരീഡിലാണ് നോട്ടീസ് വന്നിട്ടുള്ളത് എന്ന് പറയണം. 25-26 ആണെങ്കിൽ അത് ഇവിടെ പറയണം. അതുപോലെ കംപ്ലയൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ റെഗുലർ ഫയലിംഗ് ഓഫ്. നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ GST റിട്ടേൺസ് ഫയൽ ചെയ്യാറുണ്ട്, GST കൃത്യമായി അടയ്ക്കാറുണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ട്, ഇൻകം ടാക്സ് കൃത്യമായി അടയ്ക്കാറുണ്ട്. ഇതൊക്കെയാണ് പറയേണ്ടത്. പാസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കൂടെ പറയണം. അതുകൊണ്ട് ഓഫീസർക്ക് നമ്മുടെ കേസ് ജെന്യുവിൻ ആണെന്ന് മനസ്സിലാവും. പിന്നെയുള്ളത് ഡിസ്ക്രീപ്പൻസി എക്സ്പ്ലനേഷൻ. അതിൽ പറയേണ്ട കാര്യം റീസൺ ഫോർ മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട റീസൺ, ഏപ്രിൽ മാസത്തെ GSTR 1 എക്സാമ്പിൾ 10 lakhs GST നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ GSTR 3B എന്ന് പറയുന്നത് അടുത്ത മാസത്തെയാണ്. അല്ലെങ്കിൽ മാർച്ച് മാസത്തെ GSTR 1 10 lakhs GST നമ്മൾ GSTR 1 കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ മാസത്തിലാണ് 3Bയിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് റീസൺ പറയേണ്ടത്. ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. മാർച്ച് മാസത്തെ GSTR 1 നമ്മൾ ഈ എമൗണ്ട് കാണിച്ചു, പക്ഷെ അടച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ്. അതുകൊണ്ട് ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് മാത്രമാണ്. സപ്രഷനോ ടാക്സ് ഇവേഷനോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയണം. പിന്നെ വരുന്നത് ഡാറ്റ സപ്പോർട്ട്. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇതിൽ കാണിക്കണം. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് 1 3B മിസ്മാച്ച് ആണെങ്കിൽ GSTR 1 ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ GSTR 3B ടാക്സ് എമൗണ്ടും കാണിക്കണം. അത് എങ്ങനെയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്, ഇപ്പോൾ ആ ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഇൻവോയ്സസ്. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻവോയ്സസ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതും കൂടി മെൻഷൻ ചെയ്യണം. പിന്നെ റിട്ടേൺ കമ്പാരിസൺ GSTR 1 GSTR 3B, ആ പർട്ടിക്കുലർ പീരീഡിലെ GSTR 1 3Bയും നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതുകൂടി ഇവിടെ ഡാറ്റ സപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഒരു സാമ്പിൾ കേസ് ഞാൻ പറയുകയാണ്. ഞാനൊരു സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോട്ടീസ് റിപ്ലൈയുടെ. അത് ഈ സെഷന് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും വാട്സപ്പിലാണ് അയക്കുന്നത്.
സാമ്പിൾ കേസ് GSTR 1 വേഴ്സസ് GSTR 3B മിസ്മാച്ച്. ഇതിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. മാർച്ച് 2026 10 ലക്ഷം രൂപ ആണ് ടാക്സ് 10 ലക്ഷം രൂപയുടെ GST എമൗണ്ടിനുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. GSTR 1 മാർച്ച് 2026 GSTR 1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടച്ചിട്ടുള്ളത് ഏപ്രിൽ 2026 ഏപ്രിൽ 2026 10 ലക്ഷം രൂപ GSTR 3B കാണിച്ച് അടച്ചു. ഇവിടെ മാർച്ച് 2026 GSTR 3B റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതായത് GSTR 1 10 lakhs GST ഉണ്ട്, 3B ആ എമൗണ്ട് വന്നിട്ടില്ല. അതാണ് മിസ്മാച്ചിന്റെ കാരണം. ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യേണ്ടത് സെയിൽസ് രജിസ്റ്റർ, ഇൻവോയ്സസ്, GST റിട്ടേൺസ്, പിന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് ഡിഫറൻസും കാണിച്ചിട്ടുള്ള റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ അറ്റാച്ച് ചെയ്യണം.